ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ്. നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ടും അതേപോലെ തന്നെ ഒരു പാർട്ടി വെയർ സ്റ്റൈലും, അതായത് ഓവർ വർക്ക് ഒന്നും ഇല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു കാറ്റലോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും കളേഴ്സ് 4 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഷാർട്ടാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേണും ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. എല്ലാം കുറച്ചൊരു പീസ്റ്റൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഷെയ്ഡ്സുകളാണ് ഇതിൽ വരുന്നത്. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഇത്ര ഓവർ ആയിട്ടുള്ള വർക്ക്സ് ഒന്നും ആയിരിക്കില്ല. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു വീവിങ് പാറ്റേൺ ഇതുണ്ടോ, ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് പോലെയും അതിലിങ്ങനെ ഗോൾഡൻ ലൈൻസ് വെർട്ടിക്കലി ഫുൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. അത് ടോപ്പിൽ അങ്ങനെ വേറെ ഒത്തിരി അഡീഷണൽ വർക്ക്സ് ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ചെറിയ ചെറിയൊരു വീവിങ് സ്റ്റൈലും പാറ്റേണും ആണ് വന്നേക്കുന്നത്. ഇതേപോലെ വരും. ടോപ്പ് സിൽക്ക് ഫാബ്രിക് ആണ്, സമ്മർ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയില് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിന്റഡ് ആണ്. പ്രിന്റഡും പിന്നെ അതിലൊരു ഇതുപോലെ ഒരു സെറി ബോർഡറും ഗോൾഡൻ സെറി ബോർഡറും ഒക്കെ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിമ്പിൾ കളക്ഷൻ എന്ന് പറയാം. ബോട്ടം സെയിം ടോണിൽ തന്നെ വരുന്ന സാൻഡൂൺ ബോട്ടം. ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ആണ് ഫ്രണ്ടും ബാക്കും. അതായത് ഇങ്ങനത്തെ കളക്ഷൻസ് കൂടുതലും കുറച്ചുകൂടെ ഒരു അമ്മമാരൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഒരു കളക്ഷനാണ്. അതായത് ഇത് ഒത്തിരി ഓവർ വർക്ക് ഇല്ല. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണ്. ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു സെറ്റ് പാറ്റേൺ. നമുക്കിപ്പം ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടമാകുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. അങ്ങനത്തെ ടൈപ്പ് കളേഴ്സും ആണ്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. സിൽക്ക് ബേസ്ഡ് ദുപ്പട്ട, അതിലും ഇതുപോലൊരു പ്രിന്റും പിന്നെ കുഞ്ഞു കുഞ്ഞൊരു വീവിങ് പാറ്റേണും അതിൻ്റെ ബോർഡറിൽ ഒരു ഗോൾഡൻ സെറി ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വരും അതിൻ്റെ ദുപ്പട്ട വന്നിട്ട്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. മടക്കി പകുതി വെച്ചേക്കാണ്. നല്ല ലെങ്തും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒത്തിരി ഡീറ്റെയിലിംഗ് ഒന്നും ഇതിനകത്തില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ടോ, കുഞ്ഞു കുഞ്ഞൊരു പ്രിന്റ് പോലത്തെ പാറ്റേണും ആ ഒരു ഗോൾഡൻ ലൈൻസിൻ്റെ ഒരു വീവിങ്ങും ആണ് ഇതിൽ ടോപ്പിൽ കൊടുത്തേക്കുക. ദുപ്പട്ടയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ദുപ്പട്ട, അതും സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന ഒരു ദുപ്പട്ട. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റ്. ഇത് ഗ്രീനിന്റെ തന്നെ ഷെയ്ഡ്. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മെറ്റാലിക് ഷെയ്ഡ്സ് എന്ന് പറയാം. പക്ക ഗ്രീൻ ഒന്നും അല്ല, ഒരു വേറെ കളറോടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡ്സുകളാണ് എല്ലാം. വെറൈറ്റി ഷെയ്ഡ്സുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫാബ്രിക്സിൽ ഇങ്ങനത്തെ കളേഴ്സ് ആണ് കൂടുതലും അവൈലബിൾ. നമ്മൾ ജോർജറ്റിലൊക്കെ കാണുന്ന പോലെ വിസ്തരെ കാണുന്ന അങ്ങനത്തെ കളർ ചാർട്ടുകളല്ല. ഇതുപോലെ നിൽക്കുന്ന പേസ്റ്റൽ ഷെയ്ഡ്സുകളാണ് കൂടുതലും അവൈലബിൾ ആവുക. ഇതിന്റെ ഓവറോൾ ലുക്ക് 4 കളേഴ്സ് ആണ് ഈ സെറ്റ്സിൽ അവൈലബിൾ. റേറ്റ് 1340 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.